ജീവമാതാ കാരുണ്യ ഭവന്റെ പേരിൽ ഉദയ ഗിരിജ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും എന്തിന് കൊലപാതകം വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരികയാണ്. അതിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഉദയ ഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തതിന്റെ പേരിലാണ് വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുക്കുകയും വിഷ്ണു ഒളിവിൽ പോവുകയും ചെയ്തത്. എല്ലാത്തിനും ഒടുവിൽ നഷ്ടം സംഭവിച്ചത് അനാമികയ്ക്ക് മാത്രം. വെറും 18 വയസ്സ് മാത്രം പ്രായം, സ്വന്തമെന്ന് പറയാൻ ആരും തന്നെയില്ല. ഇപ്പോഴാണ് ഒരു കുടുംബത്തെ കിട്ടിയത്. അപ്പോഴാണെങ്കിലോ സ്വന്തമായി ഒരു കുഞ്ഞു വന്നപ്പോൾ ആ കുടുംബം തന്നെ ഇല്ലാതായിരിക്കുന്നു. എപ്പോ വേണമെങ്കിലും ഭർത്താവ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ വീണ്ടും ആ കുട്ടി അനാഥയാവുകയാണ്. എങ്കിലും അതിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു കുഞ്ഞു കൂടിയുണ്ട്. അതിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് വിഷമമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. 7-ാം മാസമാണ് പ്രസവിച്ചതെന്ന് നാടുനീളെ പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്തു. ഇതുവഴിയാണ് ഇവരുടെ കള്ളങ്ങളെല്ലാം പുറത്തു വന്നത്.